നമസ്തേ, ഞാൻ അനിത. അൽഹിബ ഐ ഹോസ്പിറ്റൽ വെഞ്ഞാറമൂടിൽ നഴ്സായി വർക്ക് ചെയ്യുന്നു. നിത്യജീവിതത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു വിവരം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. പ്രമേഹം എന്നത് ഒരു ജീവിതശൈലി രോഗമാണ്. സാധാരണയായി പ്രമേഹ രോഗികൾ വീട്ടിൽ വെച്ച് തന്നെ ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് ബ്ലഡിന്റെ ഷുഗർ ലെവൽ നോക്കാറുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കൈകൾ വൃത്തിയായി കഴുകുക. ഇത് കൈയുടെ വിരലിന്റെ വശത്തായിട്ട് മാത്രമേ ലാൻസെറ്റ് ഉപയോഗിച്ച് ഒരു ചെറിയ പ്രിക്കിടുക. അതിൽ നിന്ന് വരുന്ന ബ്ലഡ് നമ്മൾ ഫസ്റ്റ് തുടച്ചു മാറ്റുക. രണ്ടാമത് വരുന്ന ബ്ലഡ് മാത്രമേ ഷുഗർ ലെവൽ നോക്കാൻ എടുക്കാവൂ. കൈ ബലപ്പിച്ച് ബ്ലഡ് എടുത്ത് നോക്കാൻ പാടില്ല. അത് നല്ല കറക്റ്റായ റിസൾട്ട് കിട്ടുകയില്ല. എന്തെന്ന് വെച്ചാൽ നമ്മുടെ സറൗണ്ടിങ് ടിഷ്യൂലുള്ള ഫ്ലൂയിഡും കൂടെ ചേർന്നാണ് ആ ബ്ലഡ് വരുന്നത്, ഡൈല്യൂട്ട് ചെയ്താണ് വരുന്നത്. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. രോഗികൾ എല്ലാ 6 മാസം കൂടുമ്പോൾ കണ്ണിലെ ഡയബറ്റിക് റെറ്റിനോപ്പതി സ്ക്രീനിങ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ചെയ്ത് നമ്മുടെ കണ്ണിലെ നരമ്പുകൾക്ക് പ്രമേഹം ബാധിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക. ഗ്ലോക്കോമ എന്ന് പറയുന്നത് രണ്ടാമത്തത് ഒന്നാണ്. അത് കണ്ണിലുണ്ടാകുന്ന പ്രഷറിനെയാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. സാധാരണ ഈ കുടുംബത്തിൽ അച്ഛനോ അമ്മയ്ക്കോ ഗ്ലോക്കോമ എന്ന രോഗം ഉണ്ടെങ്കിൽ മക്കൾക്ക് വരാൻ സാധ്യതയുണ്ട്. അത് 3 മാസത്തിലൊരിക്കൽ കണ്ണിന്റെ പ്രഷർ ടെസ്റ്റ് ചെയ്യുന്നത് അത്യാവശ്യമാണ്. അൽഹിബയിലെ ബ്രാഞ്ചുകളിൽ എല്ലാ 60 വയസ്സിന് മേലുള്ള എല്ലാ രോഗികൾക്കും സൗജന്യമായി ഈ ടെസ്റ്റുകൾ ചെയ്യുന്നതാണ്. ദയവായി ഈ വിവരം മറ്റുള്ള എല്ലാവരിലോട്ടും അറിയിക്കുക. ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് എങ്ങനെയാണ് ബ്ലഡ് ഷുഗർ നോക്കുന്നത് നോക്കാം. ഫസ്റ്റിൽ കൈ നല്ലവണ്ണം കഴുകിയിട്ട് നമ്മൾ ഈ കോട്ടൺ എടുത്ത് വിരലിന്റെ 2 വശങ്ങളും നല്ലവണ്ണം ക്ലീൻ ചെയ്ത് ഉണക്കുക. ഉണക്കിയ ശേഷം സ്ട്രിപ്പ് എടുത്ത് ഗ്ലൂക്കോമീറ്ററിലോട്ട് വെക്കുക. അതിനുശേഷം മാത്രമേ മെഷീൻ ഓൺ ചെയ്യാൻ പാടുള്ളൂ. ലാൻസെറ്റ് ഉപയോഗിച്ച് പ്രിക്ക് ചെയ്യുക. വിരലിന്റെ ഒരു സൈഡ് ഭാഗത്ത് ലാൻസെറ്റ് ഉപയോഗിച്ച് പ്രിക്ക് ചെയ്യുക. പ്രിക്ക് ചെയ്തതിനു ശേഷം ഫസ്റ്റിൽ വരുന്ന ബ്ലഡ് തുടച്ചു മാറ്റുക. രണ്ടാമത് വരുന്ന ബ്ലഡ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. ബ്ലഡ് നമ്മൾ തുടച്ചു മാറ്റി. രണ്ടാമത് വരുന്ന ബ്ലഡാണ് നമ്മൾ ഗ്ലൂക്കോമീറ്ററിന്റെ സ്ട്രിപ്പിന്റെ എൻഡിലോട്ട് ടച്ച് ചെയ്യുന്നത്. ടച്ച് ചെയ്ത് തുടച്ചു വേണം. നമ്മൾ രണ്ടാമത് വരുന്ന ബ്ലഡ് തുടച്ചിട്ടാണ് എടുത്തത്. യാതൊരു കാരണവശാലും ഫിംഗർ ബലപ്പെടുത്തി ബ്ലഡ് വരാൻ ശ്രമിക്കരുത്. എന്തെന്ന് വെച്ചാൽ നമ്മുടെ സറൗണ്ടിങ് ടിഷ്യൂസിലെ ഫ്ലൂയിഡുകൊണ്ട് ചേർന്ന് മിക്സ് ചെയ്ത ബ്ലഡാണ് വരുന്നത്. അത് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിച്ചാൽ കറക്റ്റായ റിപ്പോർട്ട് നമുക്ക് ലഭിക്കുകയില്ല. GRBS 108 mg/dl. ബ്ലഡ് ഷുഗറിന്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 80 to 100 mg/dl. ആഫ്റ്റർ ഫുഡ്, ആഹാരം കഴിച്ചതിന് ശേഷം 100 to 125 വരെ വരാം. ഡയബറ്റിക് പേഷ്യൻസിനാണെങ്കിൽ ആഫ്റ്റർ ഫുഡ് ബിലോ 180 അതാണ് വാല്യൂ. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എടുത്തു കഴിഞ്ഞ് ആഹാരം കഴിച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത ബ്ലഡ് എടുക്കാൻ പാടുള്ളൂ. അതിന് മുൻപായി ഡയബറ്റിക്സ് പേഷ്യൻസ് ആണെങ്കിൽ ഇൻസുലിനും എടുക്കണം. മെറ്റ്ഫോമിൻ കഴിക്കുന്ന പേഷ്യൻസ് അവരുടെ ഡയബറ്റിക്കിന്റെ മെഡിസിനും കഴിച്ചിട്ട് മാത്രമേ രണ്ടാമത്തെ ബ്ലഡ് എടുക്കാൻ പാടുള്ളൂ.